മുൻകാലങ്ങളിൽ ഇന്നത്തെ മൊബൈലിനോളം തന്നെ പ്രാധാന്യമുണ്ടായിരുന്ന ഒന്നായിരുന്നു തപാൽ. ചരിത്രകാലം മുതലേ വാർത്താവിനിമയത്തിനും ചെറിയ സാധനങ്ങൾ കൈമാറാനും ഉപയോഗിച്ചു വന്നിരുന്ന ഒരു സിസ്റ്റം. ഈ തപാലിൽ ഉപയോഗിക്കുന്ന സ്റ്റാമ്പിൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ ജനനം. തൻ്റെ വീട്ടിലെത്തിയിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് പുരാണങ്ങൾ വായിച്ചു കൊടുക്കുകയും അതിൻ്റെ അർത്ഥം വിശദീകരിച്ചു കൊടുക്കുകയും പതിവാക്കിയതിനാൽ യുവാവായിരിക്കുമ്പോഴേ ആശാൻ എന്ന പേര് വീണു. വിവിധ മേഖലകളിൽ അറിവ് നേടിയ അദ്ദേഹം പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി ചിന്തകൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ ശബ്ദിച്ചു. പിന്നീട് ആധുനിക ഭാരതം കണ്ട ഏറ്റവും മഹാനായ തത്വചിന്തകനും കേരളത്തിൻ്റെ നവോത്ഥാന നായകനുമായി മാറി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീനാരായണ ഗുരുവിനോടുള്ള സ്മരണാർത്ഥം 1967 ഓഗസ്റ്റ് 21 അദ്ദേഹത്തിൻ്റെ ചിത്രം രേഖപ്പെടുത്തിയ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത്. സ്റ്റാമ്പ് മാത്രമല്ല, ഇന്ത്യൻ നാണയവും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇറക്കിയിട്ടുണ്ട്. 2006 പുറത്തിറക്കിയ 5 രൂപ നാണയത്തിലെ ചിത്രം ശ്രീനാരായണ ഗുരുവിൻ്റേതായിരുന്നു. അതുകൂടാതെ ശ്രീലങ്കൻ സർക്കാരും ഗുരുവിനോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ പേരിൽ 2009 സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. രസകരമായ മറ്റൊരറിവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.